പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിന്റെ പേര് വെട്ടി NCERT 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുന്നത്. കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് NCERTയുടെ ന്യായീകരണം. പാഠപുസ്തകങ്ങളിൽ ചരിത്രം മാറ്റിയിടുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ വെട്ടിമാറ്റൽ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നതിനു പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം. ബാബറി മസ്ജിദ് എന്ന പേരും പള്ളി തകർത്തുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് അയോധ്യ വരെയുള്ള BJP രഥയാത്ര, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപം, BJPയുടെ ഖേദപ്രകടനം, 1994 സുപ്രീം കോടതി വിധിയിലെ വിദഗ്ധാഭിപ്രായങ്ങൾ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരായ സുപ്രീം കോടതി നടപടി തുടങ്ങിയവ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ ബാബറി മസ്ജിദ് പരാമർശിക്കുന്ന 3 ഭാഗങ്ങൾ NCERT നീക്കം ചെയ്തിരുന്നു. 2014 ശേഷം ഇത് 4ാം തവണയാണ് NCERT പാഠപുസ്തകം തിരുത്തുന്നത്. നടപടി വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി NCERT രംഗത്ത് വന്നു. പാഠ്യപദ്ധതി കാവ്യവൽക്കരിക്കാൻ ശ്രമമെന്ന ആരോപണം നിഷേധിച്ചു. വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞു. 24 ഡൽഹി. അതിനിടെ വിഷയത്തിൽ വിശദീകരണവുമായി NCERT രംഗത്തെത്തി. കലാപത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്. പാഠ്യപദ്ധതിയെ കാവ്യവത്കരിക്കാൻ നീക്കമില്ലെന്നും NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞു. നിതിൻ അംബുജൻ വിവരണമായി. നിതിൻ, ഇതിനു മുൻപ് പല കുറി നമ്മൾ കണ്ടതാണ് ചരിത്രത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള പാഠപുസ്തക പരിഷ്കാരം. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് NCERTയുടെ വിശദീകരണം? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ ചരിത്രത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടി NCERTയുടെ ഭാഗത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് ഈ ബാബറി മസ്ജിദിന്റെ പേര് അത് പൂർണ്ണമായി നീക്കം ചെയ്ത് 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്ന് ഇപ്പോൾ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഇതിനെ ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടാണ് NCERT ഡയറക്ടർ രംഗത്ത് വന്നിരിക്കുന്നത്. വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അപ്രസക്തമായാൽ അത് മാറ്റേണ്ടി വരും എന്നാണ് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതേസമയം തന്നെ കലാപത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആഗോളതലത്തിലടക്കം പുസ്തകങ്ങൾ പരിഷ്കരിക്കാറുണ്ട്, അത്തരം ചില പരിഷ്കരണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്.